ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിലൊന്നുമേ ഇനി പ്രതാപന് ഇടപെടുകയോ എതിര് പറയുകയോ ചെയ്യില്ല. ഇതൊക്കെ കേട്ടതല്ലേ? അതൊക്കെ കുഴപ്പമാണല്ലോ അമ്മേ. വെറും കുഴപ്പമല്ല, വലിയ കുഴപ്പാ. പ്രായത്തിൽ എന്നെക്കാൾ തീരെ ചെറുപ്പമാണെങ്കിലും ഇവൾ പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ മനസ്സിനെ നന്നായി സ്പർശിച്ചു. ഇവൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു. പ്രതാപേട്ട, നല്ല കാര്യങ്ങൾ അത് ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുക. ഋതികയുടെ വിവാഹ കാര്യത്തിൽ എടുത്തു ചാടി ഞാനൊരു തീരുമാനം പറയില്ല. മാത്രമല്ല, ഇവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടും ഞാൻ ഇവിടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇവളുടെ വിവാഹ കാര്യത്തിൽ ആവശ്യമെങ്കിൽ ഇവൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം. അതിനൊന്നും ഞാൻ തടസ്സം നിൽക്കില്ല. ഇനി അതൊന്നും അല്ലെങ്കിൽ ഋതികയ്ക്ക് പഠനം തുടരാം, താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നെന്തിനാ? എന്റെ മകളുടെ സ്വാതന്ത്ര്യം എന്റെ ഔദാര്യമല്ല, അത് അവളുടെ അവകാശമാണെന്ന് എന്റെ അനുജത്തി എന്നെ പഠിപ്പിച്ചു. താങ്ക്സ് യാമിനി. അയ്യോ, എന്താ പ്രതാപേട്ട? യാമിനി, മോളെ വിളിച്ചാത്തേ കൊണ്ടു. ശരി പ്രതാപേട്ട, വാ മോളെ. രാജു, വാ. എല്ലാം പിന്നെയും കൈവിട്ടു പോയല്ലോ അമ്മേ. സെക്കൻഡുകൾ കൊണ്ടേ ഇതൊക്കെ മാറ്റിമറിക്കാൻ എനിക്കറിയാം. നീ വാ. കണ്ടില്ലേ, കാറ്റ് മോൾക്ക് അനുകൂലമായി വീശി തുടങ്ങി. ഇനി കരച്ചിലും വീഴ്ചലും ഒന്നും വേണ്ട. ഇനി എന്റെ മോള് സമാധാനായിരിക്കെ. താങ്ക്സ് ചെറിയമേ. താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, ദൈവത്തിനോടാ. അച്ഛൻ പറഞ്ഞതൊക്കെ മോള് കേട്ടില്ലേ? ജീവിതത്തില് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് മോളുടെ അഭിപ്രായം തന്നെയാ പ്രധാനം. മനസ്സിലായല്ലോ? മോളുടെ ജീവിതം മോളാണ് ജീവിച്ചു തീർക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല മോള് ജീവിക്കേണ്ടത്. ആരുടെയും വാക്ക് മോൾ ഇനി കേൾക്കും വേണ്ട. മോളുടെ ആഗ്രഹത്തിനനുസരിച്ച് മോള് ജീവിക്കണം. ശരി ചെറിയമേ. പ്രതാപേട്ടൻ പറഞ്ഞ പോലെ ഇനി പഠിക്കണോ വേണ്ടയെന്ന് മോൾക്ക് തീരുമാനിക്കാം. പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്താ മുഖത്തൊരു തെളിച്ചക്കുറവ്? ഒന്നുമില്ല ചെറിയമേ. അതോ ഇനി കല്യാണം കഴിച്ചാൽ മതിയോ? ഒന്നുകിൽ കല്യാണം മതി, പഠനം വേണ്ട. അല്ലെങ്കിൽ പഠനം വേണ്ട, കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണോ? ഒന്ന് പോ ചെറിയമേ. ഞാനിനി കല്യാണം കഴിക്കാന്ന് വിചാരിച്ചാലും എനിക്കിഷ്ടമുള്ളവര് ആയിരിക്കില്ലല്ലോ. അയ്യടാ, ഒരാളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്നത് എനിക്കറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം ചെറിയമേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നോടും ഇഷ്ടം വേണ്ടേ? മോളെ, രാജുവിന് നിന്നോട് ഇഷ്ടമുണ്ട്. പക്ഷേ അതവൻ തുറന്നു പറയാത്തതിന് വലിയൊരു കാരണമുണ്ട്. പ്രതാപേട്ടനോടുള്ള ബഹുമാനം, സ്നേഹം, ഇതൊക്കെ കൊണ്ടാ രാജു ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അല്ലാതെ
രാജുവിന് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നെ? സന്തോഷായിട്ട് നിക്ക്. അതല്ല ചെറിയമ്മ, നല്ലൊരു അവസരം ഉണ്ടായിട്ടും അച്ഛൻ അനുവാദം തന്നിട്ടും എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. മോളുടെ ആഗ്രഹം എല്ലാം നടക്കും. നീ ഒരു കളങ്കമില്ലാത്ത കുട്ടിയാ, വെറും പാവം. അതുകൊണ്ട് ആർക്കും മോളെ കരയിപ്പിക്കാനാവില്ല. അല്ല, ഞാൻ കരയുന്നതൊക്കെ രാജു കണ്ടതല്ലേ? എന്നിട്ടും മോള് പോസിറ്റീവായി ചിന്തിക്കേ. എന്തായാലും രാജുവിനോട് മോളെ ഇക്കാര്യം തുറന്നു സംസാരിക്കേ. എല്ലാം ശരിയാവും. അങ്ങനെ ആ റോഹൻ എന്ന പാര പോയി കിട്ടി. ഹോ, ഒരു വലിയ ശല്യം അങ്ങ് തീർന്നു. എന്തൊക്കെയായിരുന്നു അവന്റെ ഒരു വീമ്പ് പറച്ചില്. മന്ത്രിയുടെ അനുജന്റെ മകൻ, വീരശൂര പരാക്രമി, അമ്പും വില്ലും, മലപ്പുറം കത്തി. ഒടുവില് പവനായി ശവമായി. എടാ, അതേതോ പഴയ സിനിമയിലെ ഡയലോഗല്ലേ? അതെ. ഹാ, അങ്ങനെ പവനായി ശവമായി. പക്ഷേ അതിന്റെ ഇരട്ടിയായിട്ട് ഒരു പാര വന്നല്ലോ. എന്താ അമ്മേ? എടാ, പ്രതാപൻ മകൾ ഋതികയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിലക്കും പിൻവലിച്ചിരിക്കുക. ഇപ്പോഴേ അവൾക്ക് എന്തു ആവാം. പഠിക്കാം, കല്യാണം കഴിക്കാം, അവൾക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് തീരുമാനവും എടുക്കാം. അതിലൊന്നുമേ ഇനി പ്രതാപന് ഇടപെടുകയോ എതിര് പറയുകയോ ചെയ്യില്ല. ഇതൊക്കെ കേട്ടതല്ലേ? അതൊക്കെ കുഴപ്പമാണല്ലോ അമ്മേ. വെറും കുഴപ്പമല്ല, വലിയ കുഴപ്പാ. അവൾ അവളുടെ തോന്നിയാവസം പോലെ ജീവിക്കില്ലേ? ഫ്രീഡം കിട്ടിയാൽ അവള് വേറൊരു ക്യാരക്ടറാവും. എന്നെ അമ്മയൊന്നും അവള് വകവെക്കത്തേയില്ല. നിന്നെ പണ്ടേ അവൾക്ക് വകവയ്പില്ല. നിന്നെ നോക്കുന്നത് തന്നെ ഒരു പുച്ഛഭാവത്തിലാ. അതെന്റെ കയ്യിന്നേ 1-2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ദേഷ്യവും അവൾക്ക്. അതങ്ങനെ പെട്ടുപോത്ത് നോക്കുന്ന പോലെയാ ഈ ചില പെൺകുട്ടികളെ നോക്കുന്നേ. എനിക്ക് ഈ പൈങ്കിളി ടൈപ്പ് ഒന്നും പറ്റില്ല അമ്മേ. എടാ, ഞാൻ എത്ര കാലമായിട്ടാ നിന്നെ ഉപദേശിക്കുന്നേ? സ്വന്തം അമ്മാവന്റെ മകളാ, മുറപ്പെണ്ണ, കോടാനു കോടികളുടെ മുതലാ ഇപ്പൊ തേരാ പാര നടക്കുന്നേ. അകലേ നോവിനാലേ